സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ നല്ല വേനൽക്കാലമാണല്ലോ, ഒത്തിരി ചൂട് കൂടിയ സമയം. ഇപ്പോഴാണ് ചൂടുപനി, ചിക്കൻ പോക്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ. ഏതെങ്കിലും ചൂടുപനി വന്നു പോയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ അടുത്ത ആൾക്ക് കൊടുക്കും. അങ്ങനെ പകരുന്ന ഒന്നാണ് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് വന്ന ഉടനെയല്ല പകരുന്നത്, മാറുന്നതിനോടനുബന്ധിച്ചാണ് പകർച്ച ഉണ്ടാകാനായിട്ടുള്ള വളരെ സാധ്യതകൾ. അപ്പം അതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ചൂടുപനിക്ക് നല്ല അവില് വാങ്ങി, ഇളം കരിക്ക്, മൂത്ത കരിക്കല്ല എന്ന് പറഞ്ഞാൽ തേങ്ങയായ കരിക്കല്ല, ഇളം കരിക്ക്. ആ ഇളം കരിക്കിനകത്ത് മുകളിൽ ചെത്തിയിട്ട് കുറച്ച് അവിലിട്ട് വയ്ക്കുക. ആ വെള്ളം വലിച്ച് കുടിക്കട്ടെ അവില്. 1 മണിക്കൂർ കഴിയുമ്പോൾ ആ അവില് ഈ ചൂടുപനി വന്ന ആൾക്ക് തിന്നാൻ കൊടുക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൊടുക്കാം. ചോറും മറ്റ് എണ്ണക്കടികൾ, എണ്ണക്കറികൾ, എണ്ണയൊഴിച്ച കറികളൊക്കെ ഒഴിവാക്കുക. 3-4 വട്ടം ഇത് കൊടുത്താൽ ക്ഷീണവും മാറും, എല്ലാം അകത്തുനിന്ന് പുറന്തള്ളാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഓർക്കണേ, പാരസെറ്റാമോളൊക്കെ കഴിച്ച് വേഗം ഒതുക്കാൻ നോക്കരുത്. ഹൃദയത്തിലേക്ക് അകത്തേക്ക് വലിഞ്ഞാൽ മരണം വരെ സംഭവിക്കും. അപ്പം അതുകൊണ്ട് അത് വളരെ കെയർ ചെയ്യണം. അരിവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നത് നല്ലതാണ്. അത് 5-7 ദിവസം കഴിഞ്ഞിട്ടാണ്, അതിന് മുന്നേ കുളിക്കരുത്. പിന്നെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അരിവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് എല്ലാവരും കുളിക്കുന്നു. കുഞ്ഞുമഞ്ഞ് അടച്ചെല്ലാവർക്കും കുളിക്കാനായിട്ട് നല്ലത്. അതൊക്കെ ഒരു പ്രതിരോധ ശേഷി ഉണ്ടാകാനായിട്ട് സഹായിക്കും. ഭക്ഷണക്രമം വളരെ പാലിക്കണം. ഇറച്ചി മീനൊക്കെ കഴിക്കാതിരിക്കുക, വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക. ആ പനിയുടെ കാഠിന്യം കുറക്കാനായിട്ട് വേണമെങ്കിൽ ആയുർവേദത്തിൽ അമൃതാരിഷ്ടം എന്ന് പറയുന്ന ഒരു വെണ്ണം വാങ്ങിച്ച് 20 മില്ലി വെച്ച് 2 നേരം കൊടുക്കാം. അല്ലെങ്കിൽ ചിറ്റാമൃതിൻ്റെ തോല് മുരി കളഞ്ഞിട്ട് അതിൻ്റെ തോല് വെള്ളം തിളപ്പിച്ച് തിരിച്ച് 1/2 ഗ്ലാസ് ഇതും കഴിച്ചാൽ കഠിനമായ പനി കുറയ്ക്കാനും സഹായിക്കും. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം, കാലിൽ വരുന്ന യൂറിക് ആസിഡിനെ, കാലിലും കയ്യിലും എവിടെയെങ്കിലുമൊക്കെ കൂടുതൽ യൂറിക് ആസിഡ് വന്നാൽ അതിൻ്റെ വേദനകളെ അടക്കാനായിട്ടുള്ള ഒരു ഔഷധച്ചെടിയാണ് ഞാൻ ചോദിച്ചിരുന്നത്. കർമൂസയാണ്. കർമൂസ ഇട്ട് തിളപ്പിച്ച് എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഉത്തരം കേട്ടല്ലോ. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്: മുഖത്തെ കറുത്ത പാടുകൾ മാറാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധച്ചെടിയുണ്ട്, ഏതായിരിക്കും അത്? നന്ദി, നമസ്കാരം.